അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് അമല് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പല ആളുകളും വലിയ സംഖ്യകൾ കൊടുത്ത് പഠനങ്ങളെല്ലാം പൂർത്തീകരിച്ചതിൻ്റെ ശേഷം നല്ല ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ, അതിനു വേണ്ടി ഒരുങ്ങുമ്പോൾ ജോലി നമുക്ക് ലഭിക്കാതിരിക്കുക, അതല്ലെങ്കിൽ ലഭിച്ച ജോലിയിൽ എന്തെങ്കിലും മുടക്കം സംഭവിക്കുക, ഇങ്ങനെ തുടങ്ങി ജോലി സംബന്ധമായ പല കാരണങ്ങളാലും വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ എൻ്റെ മജ്ലിസ് കാണുന്നവരിൽ ഉണ്ട്. പല ഉമ്മമാരും ഉപ്പമാരും ഈ മജ്ലിസിലേക്ക് വിളിച്ച് എപ്പോഴും അറിയിക്കുന്ന ഒരു പ്രയാസം കൂടിയാണ്, ഉസ്താദെ മക്കൾക്ക് ജോലിയില്ല, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ ഇന്ന് വല്ലാത്ത വിഷമങ്ങളിലാണ്. ഞങ്ങൾക്ക് പ്രായമായി, ഞങ്ങളെ നോക്കേണ്ട സമയത്ത് ഞങ്ങളുടെ മക്കൾ തന്നെ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല, അതിന് വല്ല പരിഹാരവുമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കുന്നത്. ജോലി സംബന്ധമായ ഏത് വിഷയങ്ങൾക്കും, ജോലി ലഭിക്കാതിരിക്കുന്നത്, അതുപോലെ തന്നെ ലഭിച്ച ജോലിയിൽ നിന്ന് ശമ്പളം ലഭിക്കാതിരിക്കുക, ലഭിച്ച ജോലിയിൽ നമുക്കൊരു റാഹത്തില്ലാതിരിക്കുക, അതിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളം നമുക്ക് തികയാതെ വരിക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കാതെ വരിക, ഇങ്ങനെ തുടങ്ങി ജോലി സംബന്ധമായ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ വേണ്ടി 7 ദിവസം കൊണ്ട് ഞാൻ ഇന്ന് പറയുന്ന ഈ അമല് വളരെ ചെറിയ ഒരു അമലാണ്. 7 ദിവസം കൊണ്ട് നല്ല സമാധാനത്തോടുകൂടി നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു അമലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ജോലിക്ക് വേണ്ടി അന്വേഷിക്കുമ്പോൾ, അതല്ലെങ്കിൽ നിലവിലുള്ള ജോലി നമുക്ക് നഷ്ടപ്പെടാതിരിക്കാനൊക്കെ ഈ അമല് നമ്മെ വല്ലാതെ സഹായിക്കും. ഇങ്ങനെ ജോലി സംബന്ധമായ പ്രയാസങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരെ ആദ്യമായി 7 ഫാത്തിഹ നമ്മുടെ മജ്ലിസിന്റെ മശായിഖന്മാരിലേക്ക് പാരായണം ചെയ്യുക. ആദ്യമായി ഈ മജ്ലിസിൽ നിന്ന് ഏതൊരു അമൽ നമ്മൾ സ്വീകരിക്കുമ്പോഴും 7 ഫാത്തിഹ നമ്മൾ മജ്ലിസിന്റെ മശായിഖന്മാരിലേക്ക് പാരായണം ചെയ്യണം. ഈ അമല് നമ്മൾ ചെയ്യേണ്ടത് 7 ദിവസമാണല്ലോ, അതുകൊണ്ട് തന്നെ 7 ദിവസങ്ങളിലും നമ്മൾ 7 ഫാത്തിഹ പാരായണം ചെയ്യണം. അതിന്റെ ശേഷം 786 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിങ്ങനെ 786 തവണ നമ്മൾ ചൊല്ലുക. നമ്മൾ ചിന്തിക്കും 786 തവണ ഒരു ദിവസം കൊണ്ട് ചൊല്ലി തീർക്കണോ? അതിന്റെ ആവശ്യമില്ല. 7 ദിവസം കൊണ്ടാണ് നമ്മൾ ചൊല്ലി തീർക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ബിസ്മി നമ്മൾ ഓരോ ദിവസവും ഇന്ന് 100 തവണയോ 150 തവണയോ ചൊല്ലുകയാണെങ്കിൽ അതിന്റെ ശേഷം നമ്മൾ യാ വഹാബു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ് എന്ന ഇസ്മിനെ 1111 തവണ 1111 തവണ നമ്മൾ ചൊല്ലണം. ഈ ഇസ്മും ഒരു ദിവസം കൊണ്ടല്ല നമ്മൾ ചൊല്ലി തീർക്കേണ്ടത്, 7 ദിവസത്തിന്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ചൊല്ലി തീർക്കേണ്ടത്. ഇങ്ങനെയാണ് ഈ അമല് ചെയ്യേണ്ട രൂപം. പക്ഷേ എല്ലാ ദിവസവും നമ്മൾ 7 ഫാത്തിഹ നമ്മൾ കറക്റ്റായിട്ട് ഓതണം. എല്ലാ ദിവസവും ഈ 7 ദിവസവും നമ്മൾ മുടങ്ങാതെ 7 ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യണം. അതിന്റെ ശേഷം ഇന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എത്ര തവണയാണോ നമ്മൾ ചൊല്ലുന്നത് അതിന്റെ ബാക്കിയാണ് നമ്മൾ നാളെ ചൊല്ലേണ്ടത്.
അതുപോലെ തന്നെ യാ വഹാബു യാ അല്ലാ എന്ന ഇസ്മിനെ ഇന്ന് ചൊല്ലുന്നതിന്റെ ബാക്കിയാണ് നമ്മൾ നാളെ ചൊല്ലേണ്ടത്. അങ്ങനെ 7 ദിവസം കൊണ്ട് നമ്മൾ 786 തവണ ബിസ്മിയും 1111 തവണ യാ വഹാബു യാ അല്ലാ എന്ന ഇസ്മിനെയും നമ്മൾ ചൊല്ലണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജോലി സംബന്ധമായ എന്ത് പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ, ഈ 786 ബിസ്മിയുടെ ഫളല് കൊണ്ട്, 786 എന്ന അദദിന്റെ ഫളല് കൊണ്ട് അല്ലാഹു എല്ലാ മുടക്കങ്ങളും മാറ്റി നല്ല റാഹത്തുള്ള ജോലി അല്ലാഹു നമ്മളിലേക്ക് നൽകട്ടെ. അതുപോലെ തന്നെ വളരെ വലിയൊരു വിഷമമാണ്, നിലവിൽ നല്ല സാലറിക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന പലരും ഇന്ന് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. ഒരു നിഅമത്തെങ്ങാനും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലേ അത് നമുക്ക് വല്ലാത്ത വിഷമമായിരിക്കും. ഒരു ജോലി നമുക്കില്ലെങ്കിൽ, നമുക്കൊരു വരുമാനമില്ലെങ്കിൽ നമുക്ക് അത്ര വലിയ പ്രയാസമുണ്ടാകൂല. പക്ഷെ നല്ല ഒരു ജോലി നമുക്ക് ലഭിച്ച് അതിൽ നിന്ന് നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ ജോലി നമുക്ക് നഷ്ടമായി കഴിഞ്ഞാൽ, നമ്മുടെ സമ്പാദ്യം നിലച്ചുപോയി കഴിഞ്ഞാൽ അത് നമുക്ക് താങ്ങാൻ കഴിയാത്തൊരു വിഷമമാണ്. അല്ലാഹുവേ നൽകിയ എല്ലാ നിഅമത്തുകളും നീ നിലനിർത്തണേ അല്ലാ, എല്ലാ നിഅമത്തുകളും നീ നിലനിർത്തി തരണേ അല്ലാ. അപ്പോൾ ജോലിയില്ലാത്തവരും ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നവരും നിലവിൽ ജോലി നഷ്ടപ്പെട്ടവരും ഒക്കെ ഈ അമലിനെ ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നിഅമത്തുകൾ ലഭിക്കാൻ കാരണമാകുന്ന അമലാണ്. അല്ലാഹു നമ്മുടെ ജോലിയിലും നമ്മുടെ ബിസിനസ്സുകളിലും കച്ചവടങ്ങളിലും എല്ലാത്തിലും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. നമുക്ക് ജീവിക്കാൻ ആവശ്യമായ സമ്പത്തിനെ അല്ലാഹു ഹലാലായ മാർഗത്തിൽ നമ്മുടെ ഈ കരങ്ങളിൽ നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.